സോ നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് മൾട്ടി പ്രോഗ്രാമിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി അത് ഡിസ്കസ് ചെയ്തതാണ്. മൾട്ടി പ്രോഗ്രാമിംഗ് രണ്ട് രീതിയിലാണ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നത്. മൾട്ടി പ്രോഗ്രാമിംഗ് വിത്ത് ഫിക്സഡ് പാർട്ടീഷനും മൾട്ടി പ്രോഗ്രാമിംഗ് വിത്ത് വേരിയബിൾ പാർട്ടീഷനും. അപ്പോൾ അതിൽ മൾട്ടി പ്രോഗ്രാം വിത്ത് ഫിക്സഡ് പാർട്ടീഷനെ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫിക്സഡ് പാർട്ടീഷൻ വിത്ത് അബ്സല്യൂട്ട് അഡ്രസ്സിംഗ് ആൻഡ് ലോഡിംഗ് ആൻഡ് ദ അതർ വൺ ഈസ് ഫിക്സഡ് പാർട്ടീഷൻ വിത്ത് റീലൊക്കേറ്റബിൾ അഡ്രസ്സിംഗ് ആൻഡ് ലോഡിംഗ്. ഇത്രയാണ് നമുക്ക് സബും കാറ്റഗറീസും വരുന്നത്. അപ്പം നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ മൾട്ടി പ്രോഗ്രാമിംഗ്. നമുക്കറിയാം മൾട്ടി പ്രോഗ്രാമിംഗ് എന്ന് വെച്ചാൽ അറ്റ് എ ടൈം മോർ ദാൻ 2 പ്രോഗ്രാംസ് ക്യാൻ ബി സൈമൾട്ടേനിയസ്ലി ഹാൻഡിൽ. അല്ലെങ്കിൽ മൾട്ടി പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ അറ്റ് എ ടൈം നമുക്ക് ഒന്നിൽ കൂടുതൽ രണ്ടിൽ കൂടുതലോ പ്രോഗ്രാംസിന് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ് മൾട്ടി പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അപ്പം അത് പല രീതിയിലാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അതിൻ്റെ ഫസ്റ്റ് ആണ് അബ്സല്യൂട്ട് അഡ്രസ്സിംഗ് ആൻഡ് ലോഡിംഗ് എന്ന് പറയുന്നത്. ഫിക്സഡ് പാർട്ടീഷൻ, ആദ്യത്തെ ഫസ്റ്റ് ഫിക്സഡ് പാർട്ടീഷൻ, അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഒന്നാണ് അബ്സല്യൂട്ട് അഡ്രസ്സിംഗ് ആൻഡ് ലോഡിംഗ്. അപ്പം നമുക്ക് നോക്കാം. ഫിക്സഡ് പാർട്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ പാർട്ടീഷൻ എന്ന് പറയുന്നത് നേരത്തെ തന്നെ OSൽ പാർട്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. അതിലേക്കാണ് നമ്മൾ മൾട്ടി പ്രോഗ്രാമിങ്ങിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പം അതിൽ ഫസ്റ്റ് വൺ ആണ് മൾട്ടി പ്രോഗ്രാം വിത്ത് ഫിക്സഡ് പാർട്ടീഷൻ്റെ ഫസ്റ്റ് വൺ ആണ് അബ്സല്യൂട്ട് അഡ്രസ്സിംഗ് ആൻഡ് ലോഡിംഗ്. ഇവിടെ സിംഗിൾ യൂസർ, അതായത് ഒരു യൂസർ കമ്പ്യൂട്ടിംഗ് റിസോഴ്സ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ അതിന് ഇപ്പം ഓൾറെഡി ഒരു ജോബ് വന്നു, പാർട്ടീഷൻ 1 വന്നതിന് ശേഷം അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന് വേറെ എന്തെങ്കിലും ആവശ്യം വരും, ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ട്രാൻസ്ഫറോ വല്ലതും വരുമ്പോൾ എന്ത് ചെയ്യും? CPU വെയിറ്റിംഗിലേക്ക് പോവുകയും ആ IO ട്രാൻസ്ഫർ നടന്നതിന് ശേഷം മാത്രമേ ആ പ്രോസസ്സിന് ബാക്കി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. CPUയിൽ ആ പ്രോസസ്സ് വന്ന് ഇരിപ്പുണ്ട്, പക്ഷെ പ്രോസസ്സ് കുറേ നേരത്തേക്ക് വെയിറ്റിംഗ് സ്റ്റേറ്റിലേക്ക് പോവുകയാണ്. ആ പ്രോസസ്സ് വെയിറ്റിംഗ് സ്റ്റേറ്റിലേക്ക് പോകുന്നത് കൊണ്ട് CPU ഓട്ടോമാറ്റിക്കലി വെയിറ്റിംഗ് സ്റ്റേറ്റിലേക്ക് പോകും. അതായത് CPU അത്ര നേരം വർക്ക് ചെയ്യാണ്ടിരിക്കും. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ CPUവിൻ്റെ മാക്സിമം ത്രൂപുട്ട് ഉണ്ടാവില്ല, അല്ലെങ്കിൽ CPUവിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. ഇതാണ് അവിടെ വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഓൾറെഡി പാർട്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന സിസ്റ്റത്തിൽ വരുന്നൊരു പ്രശ്നം അതാണ്. സോ വെൻ an IO bound process comes in a single user system, CPU is resided in the waiting state. അതായത് ആ ഒരു സിംഗിൾ യൂസർ സിസ്റ്റത്തിൽ ഒരു പ്രോസസ്സ്, ഒരു IO റിക്വസ്റ്റ് പോകുന്ന സമയത്ത് CPU വെയിറ്റിംഗ് സ്റ്റേറ്റിലേക്ക് പോകുന്നത്. എത്ര നേരം CPU ചുമ്മാതെ ഇരിക്കണം. അപ്പോൾ ഇൻ ഫിക്സഡ് പാർട്ടീഷൻ മൾട്ടി പ്രോഗ്രാമിംഗ് ദ മെയിൻ പ്രോഗ്രാം ഈസ് ഡിവൈഡഡ്. നമ്മൾ പറഞ്ഞു, നമ്മുടെ മെയിൻ പ്രോഗ്രാമിങ്ങിനെ കുറെ ഫിക്സഡ് പാർട്ടീഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് ഓരോന്നിനെയും ഓരോ ജോബ് ക്യൂ അസൈൻ ചെയ്യണം. അവിടെ ഫിഗറിൽ കാണാം ജോബ് 1, ജോബ് P1, ജോബ്സ് P2 എക്സെട്ര ജോബ് P3. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ 3ആയിട്ട് പാർട്ടീഷൻ ചെയ്തിരിക്കുകയാണ്. പാർട്ടീഷൻ 1, പാർട്ടീഷൻ 2, പാർട്ടീഷൻ 3. ഫസ്റ്റ് ജോബിനെ പാർട്ടീഷൻ 1ലേക്കും സെക്കൻഡ് ജോബിനെ പാർട്ടീഷൻ 2ലേക്കും തേർഡ് ജോബിനെ പാർട്ടീഷൻ 3ലേക്കുമാണ് മാപ്പ് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു കേസിൽ ഈ ഒരു അറേഞ്ച്മെന്റ് ആണ് ഫിക്സഡ് പാർട്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള കറസ്പോണ്ടിങ് ജോബ് ക്യൂസ് ഉണ്ട്. പാർട്ടീഷൻ 1ന്റെ ജോബ് ക്യൂ ഉണ്ട്, പാർട്ടീഷൻ 2നുണ്ട്, പാർട്ടീഷൻ 3ക്കുണ്ട്. ഇനി ഫസ്റ്റ് ജോബ് ക്യൂ ഈസ് ഓൺലി ഫോർ ഫസ്റ്റ് പാർട്ടീഷൻ. അതായത് പാർട്ടീഷൻ 1ന് മാത്രമാണ് ജോബ് P1 എന്ന് പറയുന്ന ക്യൂ. അതുപോലെ തന്നെ ആയിരിക്കും പാർട്ടീഷൻ 2നും പാർട്ടീഷൻ 3യുടെയും കേസുകൾ. So the first job queue is only for the first partition and the process in the first job queue are loaded into the first partition. അപ്പോൾ ഫസ്റ്റ് ജോബിനകത്തുള്ള ആ ജോബിനകത്തുള്ള ക്യൂസ്, അതായത് ഇതാണ് ജോബ് ക്യൂ വരുന്നത്. നമ്മുടെ ഫിഗറിനകത്ത് ലെഫ്റ്റിൽ ടോപ്പിൽ കിടക്കുന്നത്. ഓക്കെ, അപ്പം the process in the first job queue are loaded into the first partition. Then here the fragmentation memory wastage is occurred. Consider, അതായത് ഇവിടെ മെമ്മറി വേസ്റ്റേജ് വരുന്നതിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു പാർട്ടീഷൻ ഫുൾഫിൽ ചെയ്യാനും, അതായത് രണ്ടുപേരെയും സൈസ് ഈക്വൽ അല്ല എന്നുണ്ടെങ്കിലാണ് അവിടെ ആ ഒരു കേസ് വരുന്നത്, ഫ്രാഗ്മെന്റേഷന്റെ കേസ് വരുന്നത്. അതായത് കൺസിഡർ 3 പാർട്ടീഷൻസ് P1, P2 and P3. The job queue of corresponding P1 and P2 are full and P3 has no jobs. In the job queue also P3 has large in size. അതായത് ഇവിടെ നമ്മൾ പാർട്ടീഷന് ജോബ് 1ലോട്ട് കൊടുക്കുന്നു, പാർട്ടീഷൻ 2ന് അതിൻ്റെ കറസ്പോണ്ടിങ് ജോബ് ക്യൂലോട്ട് കൊടുക്കുന്നു. പക്ഷെ പാർട്ടീഷൻ 3ക്ക് കൊടുക്കാനില്ല. എന്നാൽ അതുമല്ല, ഏറ്റവും കൂടുതൽ സ്പേസ് അലോട്ട് ചെയ്തിരിക്കുന്ന ആർക്കും വേണ്ടിയിട്ടാണ്?
പാർട്ടീഷൻ 3ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ ജോബ് അസൈൻ ചെയ്യാനില്ലാത്തപ്പം അത്രയും അസൈൻ ചെയ്ത ആ ഒരു പാർട്ടീഷൻ വെറുതെ ആയിപ്പോ. So at this time we can execute jobs in P1 and P2 using the free spaces of P3. But this is not possible because each job has its own corresponding. അതായത് ഇപ്പം നമ്മൾ ഈ ഫിക്സഡ് പാർട്ടീഷൻ അല്ലായിരുന്നു എങ്കിൽ ഇപ്പം ഞാൻ പറയാം, പാർട്ടീഷൻ 1-ന് ഒരു 100 KB യും പാർട്ടീഷൻ 2-ന് 100 KB യും പാർട്ടീഷൻ 3-ക്ക് ഒരു 200 KB ആണ് കൊടുത്തേക്കുന്നത്. അപ്പം പാർട്ടീഷൻ 1-ലോട്ട് 100 വന്നു. ഓക്കെ, അപ്പം ആ 100-നെ മാനേജ് ചെയ്യാനായിട്ട് അതിൻ്റെ സൈസ് 100 ആണ്, വന്ന് 100-ന് അത് മാനേജ് ചെയ്തോളും. പക്ഷെ പാർട്ടീഷൻ 2-ൽ 100-ഉം അതിൻ്റെ സൈസ് 150 ആണെങ്കിൽ പാർട്ടീഷൻ 2-ന് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആ 150-നെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ അവിടെയുണ്ട്, പാർട്ടീഷൻ 3. പക്ഷേ പ്രശ്നം എന്നാന്ന് വെച്ചാൽ പാർട്ടീഷൻ 3 ആരെ മാത്രമേ എടുക്കുകയുള്ളൂ, അതിൻ്റെ ജോബ് ക്യൂ മാത്രമേ എടുക്കുകയുള്ളൂ. പക്ഷെ റിക്വസ്റ്റും കാര്യങ്ങളും വന്നിരിക്കുന്ന ആർക്കാണ്, 2-ന്. സോ അവിടെ ആ 200 MB യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ പോലും നമുക്ക് ഇങ്ങനെ ഒരു, അതായത് ഓരോരുത്തർക്കും ഡെഡിക്കേറ്റഡ് ആയിട്ട് ജോബ് ക്യൂസ് ഉള്ളത് കൊണ്ട് കൊടുക്കാൻ പറ്റുന്നില്ല. മനസ്സിലായോ? പാർട്ടീഷൻ 2-ന്റെ കപ്പാസിറ്റി 100 ആണ്, പാർട്ടീഷൻ 3-ക്ക് കപ്പാസിറ്റി 200 ആണ്. പക്ഷേ പാർട്ടീഷൻ 2-ന്റെ ജോബ് ക്യൂവിലേക്ക് ഒരു 150 റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ അത് പാർട്ടീഷൻ 3-ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ് എങ്കിൽ പോലും എന്ത് ചെയ്യാനും പറ്റുന്നില്ല, അതിനെ ഡെഡിക്കേറ്റഡ് ആയിട്ട് കൊടുക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പം നമുക്ക് പാർട്ടീഷൻ 3-യിലേക്കായിരുന്നു റിക്വസ്റ്റ് വന്നിരുന്നെങ്കിൽ അതിനെ ഹാൻഡിൽ ചെയ്യാമായിരുന്നു. പക്ഷെ അത് ചെന്നത് പാർട്ടീഷൻ 150 റിക്വസ്റ്റ് വന്നത് 100 കപ്പാസിറ്റി ഉള്ള ഒരാളിലേക്കാണ്. ഈവൻ അവിടെ സ്പേസ് ഉണ്ട് എങ്കിൽ പോലും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്. ഇതാണൊരു ഫിക്സഡ് പാർട്ടീഷന്റെ പ്രശ്നം എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് അവിടെ ലാസ്റ്റ് പോയിന്റ് പറയുന്നത്. ബട്ട് ദിസ് ഇസ് നോട്ട് പോസിബിൾ ബിക്കോസ് ഈ ജോബ് ഹാസ് ഇറ്റ്സ് ഓൺ കറസ്പോണ്ടിങ് മെമ്മറി പാർട്ടീഷൻ ആൻഡ് ദ ജോബ്സ് ആർ ഓൺലി എക്സിക്യൂട്ടഡ് ഇൻ ദ അലോക്കേറ്റഡ് സ്പേസ്. ഇനി നമ്മൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് റീലൊക്കേറ്റബിൾ അഡ്രസ് ആൻഡ് ലോഡിങ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ തന്നെ, ഇവിടെ നേരത്തെ പോലെ തന്നെ മെമ്മറി ഈസ് ഡിവൈഡ് ഇൻടു ഫിക്സഡ് പാർട്ടീഷൻ ബട്ട് ഈച്ച് പാർട്ടീഷൻ ഡസ് നോട്ട് ഹാവ് ഇറ്റ്സ് ഓൺ കറസ്പോണ്ടിങ് ജോബ് ക്യൂ. നേരത്തെ കേസിൽ നോക്കുകയാണെങ്കിൽ ഓരോ പാർട്ടീഷനും ഓരോ ജോബ് ക്യൂസ് ഉണ്ടായിരുന്നു. പക്ഷെ റീലൊക്കേറ്റബിളിനകത്ത് 3 പാർട്ടീഷൻ തന്നെയാണ്, പക്ഷെ എല്ലാവർക്കും കോമൺ ആയിട്ട് ഒരു ജോബ് ക്യൂ ആണ് ഉള്ളത്. സോ അവിടെയുള്ള ഒരു ഗുണം എന്നാന്ന് വെച്ചാൽ ജോബ് ക്യൂയിലേക്ക് വരുന്ന റിക്വസ്റ്റിന്റെ സൈസ് അനുസരിച്ച് നമുക്ക് പാർട്ടീഷൻ ഏതാണോ, ഏത് പാർട്ടീഷനാണോ അവൈലബിൾ ആയിട്ടുള്ള അവരിലേക്ക് നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റും. അതായത് അവിടെ ഒരു മെമ്മറി ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്ന ഒരു പ്രശ്നം അവിടെ ഉണ്ടാവുന്നില്ല. ഹിയർ അതായത് മെമ്മറി ഫ്രാഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് 200 സ്പേസ് ഉണ്ട്, അതിലോട്ട് നമ്മൾ ഒരു 150 റിക്വസ്റ്റ് കൊണ്ട് വെക്കുവാണെങ്കിൽ അവിടെ ഒരു 50 വേക്കൻ്റ് ആയിട്ട് വരും. ഇതിനെയാണ് ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. അതായത് ആ 50 നമുക്ക് യൂസ് ചെയ്യാൻ മേലാത്തൊരവസ്ഥയിലേക്ക് പോകും. അതിനെയാണ് ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു റീലൊക്കേറ്റബിൾ അഡ്രസ്സിങ് ആൻഡ് ലോഡിങ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് മെമ്മറി ഫ്രാഗ്മെന്റേഷൻസ് അവിടെ ഉണ്ടാകത്തില്ല. കാര്യം എന്ന് വെച്ചാൽ എന്താ, നമുക്ക് വരുന്ന ജോബിന്റെ സൈസ് അനുസരിച്ച് ആർക്കാണ് ഏറ്റവും ആപ്റ്റ് ആയിട്ട് നമുക്ക് ആ ജോബ് കൊടുക്കാൻ പറ്റുന്നത് അവരിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ പാർട്ടീഷൻ 1 ഒരു 200, പാർട്ടീഷൻ 2 ഒരു 150, പാർട്ടീഷൻ 3 ഒരു 100 ആണ്. നമുക്കൊരു 100 റിക്വസ്റ്റ് വരുവാണെന്നുണ്ടെങ്കിൽ 3 പേരിലും കൊള്ളും. പാർട്ടീഷൻ 1-ലും കൊള്ളും, പാർട്ടീഷൻ 2-ലും കൊള്ളും, പാർട്ടീഷൻ 3-ലും കൊള്ളും. പക്ഷെ മെമ്മറി ഫ്രാഗ്മെന്റേഷൻ ഏറ്റവും കുറവാർക്കായിരിക്കും, പാർട്ടീഷൻ 3-ക്കായിരിക്കും. സോ ഒബ്വിയസ്ലി ജോബ് ക്യൂവിൽ നിന്ന് വരുന്ന റിക്വസ്റ്റ് പാർട്ടീഷൻ 3-ലേക്കായിരിക്കും മാപ്പ് ചെയ്യുക. ഒരു 150 ആണെങ്കിലോ പാർട്ടീഷൻ 1-ഉം ഓക്കെയാണ്, പാർട്ടീഷൻ 2-ഉം ഓക്കെയാണ്. പക്ഷേ ഏറ്റവും കുറവ് മെമ്മറി ഫ്രാഗ്മെന്റേഷൻ വരുന്ന പാർട്ടീഷൻ 2-ലേക്ക് അതിനെ അസൈൻ ചെയ്യും. ഇതുപോലെ ആയിരിക്കും റീലൊക്കേറ്റബിൾ അഡ്രസ്സിങ് ആൻഡ് ലോഡിങ് ഈ ഒരു ഫ്രാഗ്മെന്റേഷന്റെ പ്രോസസ്സ് അല്ലെങ്കിൽ ഫ്രാഗ്മെന്റേഷന്റെ പ്രശ്നം ഒഴിവാക്കി വിടുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് മെമ്മറി പ്രൊട്ടക്ഷൻ ഇൻ ഫിക്സഡ് പാർട്ടീഷൻ ആണ്. എങ്ങനെയാണ് നമ്മൾ ഫിക്സഡ് പാർട്ടീഷനിലെ മെമ്മറീനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്? സെയിം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ബൗണ്ടറി രജിസ്റ്റർ നമ്മൾ സെറ്റ് ചെയ്യും. പക്ഷെ ഇവിടെ നമ്മൾ കൊടുക്കുന്നത് കറന്റ്ലി ആക്റ്റീവ്, അതായത് നമ്മുടെ പാർട്ടീഷൻസ് എത്രയെണ്ണം ഉണ്ടെന്നുള്ളത് മെൻഷൻ ചെയ്യും. ഒരു ഹയർ ബൗണ്ടും ലോവർ ബൗണ്ടും കൂടി സെറ്റ് ചെയ്യും ഓരോരുത്തർക്കും. ഇപ്പൊ ഹിയർ ബൗണ്ടറി രജിസ്റ്റർ, അതിനെ വിളിക്കുന്ന മറ്റു പേരാണ് ബേസ് രജിസ്റ്റർ അല്ലെങ്കിൽ ലിമിറ്റ് രജിസ്റ്റർ. ഇവരെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. വൈൽ ദ യൂസർ ഇൻ പാർട്ടീഷൻ 2 ഈസ് ആക്റ്റീവ്, അതായത് പാർട്ടീഷൻ 2-ലെ യൂസർ ആക്റ്റീവ് ആയിരിക്കുമ്പോൾ എല്ലാ സ്റ്റോറേജ് അഡ്രസ്സുകളും എന്ത് ചെയ്യും, റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സ്റ്റോറേജ് അഡ്രസ്സുകളും
എങ്ങോട്ടായിരിക്കും ചെക്ക് ചെയ്യുന്നത്? ബിയും സിയും ആയിരിക്കും ചെക്ക് ചെയ്യുന്നത്. ഫിഗറിൽ കാണിച്ചിരിക്കുന്ന നോക്കുക. പാർട്ടീഷൻ 2 ആണ് അവിടെ ആക്റ്റീവ് ആയിട്ട് കാണിച്ചേക്കുന്നത്. അപ്പം അതിന്റെ ബൗണ്ടറീസ് അവർ ലോവർ ബൗണ്ടറിയും ഹൈ ബൗണ്ടറിയും അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഏത് പാർട്ടീഷനാണ് ആക്റ്റീവ് എന്നുള്ളത് ആ കറണ്ട് ആക്റ്റീവ് പാർട്ടീഷനിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ ഇത് നോക്കുമ്പോൾ നമുക്ക് ഫിഗർ നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുന്ന എന്താണ്? കറണ്ട് ആക്റ്റീവ് പാർട്ടീഷൻ 2 ആണ്. അപ്പൊ സെക്കൻഡ് പാർട്ടീഷൻ ആക്റ്റീവ് ആയിട്ടുണ്ട്. അതിന്റെ ലോ ബൗണ്ടറി ഹൈ ബൗണ്ടറിയും സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ പർട്ടിക്കുലർ ആക്സസ് വരുവാണെന്നുണ്ടെങ്കിൽ ഈ ബൗണ്ടറിയാണ് അവിടെ ചെക്ക് ചെയ്യുന്നത്, വെദർ ദ യൂസർ ഈസ് വാലിഡ് ഓർ നോട്ട്. If the user is valid, then only it gives the permission to access the partition 2. അങ്ങനെ ആയിരിക്കും അത് നടന്നു പോകുന്നത്. ഓക്കെ, അപ്പൊ അത്രയാണ് ഫിക്സഡ് പാർട്ടീഷനിൽ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് മൾട്ടി പ്രോഗ്രാമിംഗ് വിത്ത് വേരിയബിൾ പാർട്ടീഷൻ ആണ്. ഇതാണ് മൾട്ടി പ്രോഗ്രാമിംഗ് വിത്ത് വേരിയബിൾ പാർട്ടീഷന്റെ ഒരു ഫിഗർ വരുന്നത്. നോക്കാം. നമുക്ക് ജോബ് ക്യൂസ് കൊടുത്തിട്ടുണ്ട്. ഓരോ പ്രോസസ്സും അതിന് വേണ്ടുന്ന മെമ്മറീസും ആണ് ആ ജോബ് ക്യൂവിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ദെൻ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് മൾട്ടി പ്രോഗ്രാമിങ്ങിന്റെ കേസാണ്. സോ OSന്റെ പാർട്ടീഷൻസ് കാണിച്ചേക്കുവാണ്. എങ്ങനെയാണ് ഇത് പാർട്ടീഷൻ ചെയ്ത് പോയേക്കുന്നത് നോക്കിയാൽ P1 നീഡ്സ് 15 MB. അപ്പൊ ആദ്യം ജോബ് ക്യൂവിന്റെ ഏറ്റവും ലാസ്റ്റ് P1 കിടക്കുന്നത്. P1 ഇവിടെ 15 MB അസൈൻ ചെയ്തു. ഇനി ബാക്കി മെമ്മറീസ് ഫ്രീ ആണ്. നെക്സ്റ്റ് അടുത്ത P2നെ കൊടുക്കുന്നു, ദെൻ P3നെ കൊടുക്കുന്നു, ദെൻ P4നെ കൊടുക്കുന്നു. അപ്പൊ ഇങ്ങനെ മെമ്മറീസിനെ അത് അലോട്ട് ചെയ്ത് പോയേക്കുകയാണ് ചെയ്യണേ. ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ മെമ്മറി എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു കാര്യമല്ല. നേരത്തെ എന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ പാർട്ടീഷൻസ് ആയിട്ട് നേരത്തെ തന്നെ അത് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ കേസ് എന്ന് വെച്ചാൽ വരുന്ന യൂസറിൽ ജോബ് ക്യൂവിൽ വരുന്ന പ്രോസസ്സിന്റെ നീഡ് അനുസരിച്ചായിരിക്കും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ മെമ്മറീനെ അലോട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ആദ്യത്തെ പ്രോസസ്സിന് 15 MB മതിയെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ എന്ത് ചെയ്യും? ആ പ്രോസസ്സിന് 15 MB അങ്ങ് അലോട്ട് ചെയ്ത് കൊടുക്കും. ഇനി അടുത്ത് വരുന്ന 20 MB ആണെന്നുണ്ടെങ്കിൽ അത് അലോട്ട് ചെയ്ത് കൊടുക്കും. ഈ ഒരു രീതിയിലായിരിക്കും മെമ്മറി അലോക്കേഷൻ പോകുന്നത്. സോ അവിടെ മെമ്മറിയിൽ ഒരു വേസ്റ്റേജ് ഓഫ് മെമ്മറി എന്ന് പറയുന്നത് അവിടെ ഉണ്ടാവുന്നില്ല. പക്ഷെ ഇവിടെ ഉള്ളൊരു പ്രശ്നം എന്നാന്ന് വെച്ചാൽ എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ ഉണ്ടാകും. ആ എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മെമ്മറി ഇപ്പം നോക്കാം, ആ ഫിഗറിനകത്ത് ഒരു 15 MB അലോട്ട് ചെയ്തു, ദെൻ 20 MB അലോട്ട് ചെയ്തു, ദെൻ 10 MB അലോട്ട് ചെയ്തു, ദെൻ 25 MB അലോട്ട് ചെയ്തു. ഈ അലോട്ട് ചെയ്തതിന് ശേഷം ഇപ്പം നമുക്ക് നോക്കാം, നമ്മുടെ 10 MB അതായത് പ്രോസസ് 3 അതിന്റെ എക്സിക്യൂഷൻ കഴിഞ്ഞ് അത് പോവും. അപ്പം എന്ത് ചെയ്യും? അത്രയും മെമ്മറി ഫ്രീ ആക്കും. ഇവിടെ ഒരു 10 MB മെമ്മറി അവിടെ ഫ്രീ ആയി. ഇനി ഒരു 10 MB വന്നാൽ മാത്രമേ നമുക്ക് അവിടെ ഒരു ഫ്രാഗ്മെന്റേഷൻ ഇല്ലാതെ, മെമ്മറി ലോസ് ഇല്ലാതെ അവിടെ അടുത്ത പ്രോസസ്സിനെ അസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ മുകളിലോട്ട് നോക്കാം, നമുക്ക് വന്ന ജോബ് ക്യൂവിനകത്ത് ഒരു 10 MBയുടെ റിക്വസ്റ്റ് ഉള്ളായിരുന്നു, അത് P3 ആയിരുന്നു, അത് എക്സിക്യൂഷൻ കഴിഞ്ഞു പോയി. പിന്നെ വരുന്നത് P4 ഓൾറെഡി അവിടെ അലോട്ടഡ് ആയി, P5 ആണ് 14 MB. നമുക്ക് ആ 10 MBയുടെ അകത്തോട്ട് 14 MBനെ ഇട്ട് കൊടുക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞൊരു P6 വരുന്നു, അവിടെയും 32 MBനെ ഇട്ട് കൊടുക്കാൻ പറ്റില്ല. ദെൻ P7 വരുന്നത് 11 MB ആണ്, അതും ആ 10 MB സ്ലോട്ടിലേക്ക് കൊടുക്കാൻ പറ്റില്ല. പിന്നെയുള്ള P8 ആണ് 18 MB, അതും ആ 10 MB സ്ലോട്ടിലോട്ട് ഇട്ട് കൊടുക്കാൻ പറ്റില്ല. പിന്നെ വരുന്ന ഏതാണ്? P9 ആണ്. സോ 10 MBക്കകത്തോട്ട് നമുക്ക് 9 MB ഇട്ട് കൊടുക്കാം. 10 ഉള്ള ആ ഒരു വേക്കൻറ്റ് സ്ലോട്ടിലോട്ട് 9ന് ഇട്ട് കൊടുത്താൽ മിച്ചം 1 MB അവിടെ എന്തായിട്ട് വരും? മിച്ചം വരും അല്ലെ? അപ്പൊ ആ 1 MB ഇനി യൂസ് ചെയ്യണമെങ്കിൽ 1 MBയുടെ കറക്റ്റ് സൈസുള്ള ഒരു റിക്വസ്റ്റ് വന്നാൽ മാത്രമേ നമുക്ക് അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റൂ. അല്ലാത്ത പക്ഷം എന്തായിപ്പം? അത്ര മെമ്മറി വേസ്റ്റ് ആയിപ്പോ. അതായത് യൂസ് ചെയ്യാൻ മേലാത്ത രീതിയിൽ ആ 2 പ്രോസസ്സുകളുടെ ഇടയ്ക്കായിട്ട് അത് കുടുങ്ങിപ്പോകും. അങ്ങനെ വേസ്റ്റേജ് വരുന്നതിനെയാണ് എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ ഇവിടെ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയാൻ കാര്യം. സോ the waste does not become obvious until job starts to finish and leave the hole. അതായത് അവിടെ ഒരു ഹോള് ഇട്ടിട്ട് പോകുന്നവരെ അതൊരു പ്രശ്നമല്ല. പക്ഷെ ആ പ്രോസസ്സ് ഒരു 10 MBയുടെ പ്രോസസ്സ്, അതായത് കുറെ മെമ്മറി 15ന്റെയും 20ന്റെയും 10ന്റെയും 25ന്റെയും ഇടയ്ക്കാണ് ഈ 10 MB വിട്ടുപോകുന്നത്. അപ്പൊ ആ 10 MBയിലേക്ക് കറക്റ്റ് ഒരു 10 MB വരണം. അല്ലാതെ കൂടുതൽ വന്നാൽ അലോട്ട് ചെയ്യാൻ പറ്റില്ല. കുറവുള്ള ഒരാൾ വന്നാൽ ഉറപ്പായിട്ടും അതിനകത്തോട്ട് അലോട്ട് ചെയ്യും, പക്ഷെ ബാക്കി സ്പേസ് അവിടെ ഹോളായിട്ട് റിമൈൻ ചെയ്യും. ഇതിനെയാണ് എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത്.
ഇനി these holes can be used for other jobs, but even as this happens, the remaining holes get smaller, eventually become too small to hold new jobs. അതാണ് ഞാനിപ്പോൾ പറഞ്ഞ ആ പ്രശ്നം എന്ന് പറഞ്ഞത്. So, in variable partition, multiprogramming waste does not occur. പക്ഷെ വേരിയബിൾ പാർട്ടീഷനിൽ മൾട്ടിപ്രോഗ്രാമിംഗ് വേസ്റ്റ് ഒക്കറില്ല. പക്ഷെ ഇങ്ങനൊരു പ്രശ്നം, അതായത് ഹോൾസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം ഇത്രമാണ് പാർട്ടീഷൻ്റെ ടോപ്പിക്ക് കവർ ചെയ്യുന്നത്. നമ്മൾ മൾട്ടി പ്രോഗ്രാമിംഗ് ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. 2 തരം ഉണ്ടെന്ന് പറഞ്ഞു, ഫിക്സഡ് പാർട്ടീഷൻ ആൻഡ് വേരിയബിൾ പാർട്ടീഷൻ. അതിൽ ഫിക്സഡ് പാർട്ടീഷൻ തന്നെ 2 രീതിയിൽ നമുക്ക് ചെയ്യാം, അബ്സല്യൂട്ട് അഡ്രസ്സിംഗ് ആൻഡ് റീലൊക്കേറ്റബിൾ അഡ്രസ്സിംഗ്. എന്നാൽ പോലും അവിടെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് നമ്മൾ എന്ത് കൊണ്ടുവരുന്നു, മൾട്ടി പ്രോഗ്രാമിംഗ് വിത്ത് വേരിയബിൾ പാർട്ടീഷൻ കൊണ്ടുവരുന്നു. അപ്പോൾ മൾട്ടി പ്രോഗ്രാം വിത്ത് വേരിയബിൾ പാർട്ടീഷൻ കമ്പയർഡ് ടു ദാറ്റ് ഓഫ് ഇൻ ഫിക്സഡ് പാർട്ടീഷൻ കുറച്ചുകൂടെ ബെറ്റർ ആണ്. എന്നാൽ പോലും അവിടെ ചെറിയ ഹോൾസ് വരാനുള്ള ചാൻസ് ഉണ്ട് ഡ്യൂ ടു എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ.